ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ദൈവത്തെ എന്തോരം സ്തുതിക്കുന്നുവോ അത്രയും നമ്മൾ ബലപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ എന്തോരം ആരാധിക്കുന്നുവോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവസന്നിധി എന്തുമാത്രം നമുക്ക് അണയുവാൻ കഴിയുന്നു അത്രയും അഭിഷേകം നമുക്ക് കിട്ടും. മോശെ പ്രവാചകൻ 40 ദിവസം മലമുകളിൽ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ കർത്താവിന് മുന്നിൽ കുമ്പിട്ട് ആരാധിച്ചു കിടന്നു. ഇറങ്ങി വന്നപ്പോഴത്തേക്കും മുഖത്തോട് നോക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവശോഭ, ദൈവപ്രഭ ഇതാ മോശെ പ്രവാചകന്റെ മുഖത്ത്. ഹല്ലേലൂയ. നമ്മള് തമ്പുരാനിൽ ആശ്രയിച്ചോളുക, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച മക്കളെ. ജീവിതം എന്തൊരു ഭാഗ്യ. വാസ്തവത്തില് ഒരു മനുഷ്യനായിട്ട് നമ്മളത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചതിന്റെ ഒരു ഭാഗ്യമൊക്കെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നതിന്റെ ഭാഗ്യമൊക്കെ ദൈവമക്കളെന്ന് ആലോചിക്കുന്ന നല്ല മക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലായിട്ട് ജനിച്ചതിന്റെ ഭാഗ്യം. നിനക്ക് ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ കൊച്ചേ, നിനക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുന്നു. ഇതിനപ്പുറത്ത് സ്വർഗത്തിൽ എന്താ നിനക്ക് വേണ്ടേ? ആ ചേച്ചി പറഞ്ഞില്ലേ, ദൈവവചനം എനിക്കിപ്പോൾ വ്യാഖ്യാനിച്ച് കിട്ടുന്നുണ്ട്. ദൈവവചനം വായിക്കുമ്പോൾ കൺകുളിർക്കുക, കൺകുളിർക്കുന്ന കാഴ്ചയായിട്ട് ദൈവത്തിന്റെ വചനമൊക്കെ മാറുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കയ്പുള്ള ജീവിതത്തിൽ ഇങ്ങനെ കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ തേൻ കുടിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. 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 ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ എന്നാ പറഞ്ഞ മഞ്ഞ് പെയ്യുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ കർത്താവ് ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു അനുഭവത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യങ്ങളെ, ഇന്ന് നിനക്ക് ഉണർന്നെഴുന്നേക്കാൻ പറ്റുന്നെങ്കിൽ, ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ, ഇന്ന് നിനക്ക് ദൈവത്തെ ഓർക്കാൻ പറ്റുന്നെങ്കിൽ, എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ 1000 തവണ വാഴ്ത്താറുണ്ട് മക്കൾ, ഒരു പുരോഹിതനാക്കി മാറ്റിയതിന്, ഒരു പുരോഹിതനായി തീർന്നതിനെ ഓർത്ത് എൻ്റെ ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും മതി വരല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദിവസങ്ങൾ കഴിയും തോറും ദൈവമക്കളെ ഈ ഒരു അഭിഷേകമാണ്. ദിവസങ്ങൾ കഴിയും തോറും ഈ ഒരു ആനന്ദം കൂടിക്കൂടി വരുന്നുണ്ട് മക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുക, കർത്താവിന്റെ വചനം പറയുക. ജോലിയല്ല കർത്താവിന്റെ വചനം പറയുന്നത്, ജോലിയല്ല കർത്താവിന്റെ കൂദാശകൾ അർപ്പിക്കുക. വേറെ ഒരു പണിയില്ല, വേറെ ഒന്നിനെ പറ്റി ആകുലപ്പെടണ്ട. ഹല്ലേലൂയ. 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 മക്കളെ, ദൈവത്തെ ആരാധിക്കണമല്ലോ പൊന്നോക്കളെ. നിങ്ങൾക്ക് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ദൈവത്തെ പ്രാർത്ഥിക്കണം. ഒരല്പം സമയം കിട്ടി അടുത്തങ്ങനെ പള്ളിയുണ്ട്, അവിടെ പോയി ഇരിക്കാമെങ്കിൽ പോയി ഇരിക്കണം. വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കില്ല. ഒന്നുമില്ല, എന്നിട്ട് നേരെ വിട്ടോളാം പള്ളിയിലേക്ക്. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞിട്ടില്ല, കുടുംബം പറഞ്ഞില്ലേ, അവര് ചൊവ്വാഴ്ച മുഴുവൻ ജോലിക്ക് പോലും പോകാതിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഓൺലൈനായിട്ട് കുവൈറ്റിൽ അവര്. അവങ്ങളെ ചില മനുഷ്യരങ്ങനെയാന്നേ. ഇന്നിപ്പോൾ ഏതാണ്ട് 8:30 മണി മുതൽ ഈ 12:30 ഇപ്പം മണിയായി 1:15 മണി വരെ ഓൺലൈനായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഈ 4 മണിക്കൂർ മുട്ടയിൽ നിന്ന് ശുശ്രൂഷ പങ്കെടുക്കുന്നവരുണ്ട്. നമുക്കിതൊരു തമാശയും കയ്യടിയും ഒരു ഓട്ടവും ചാട്ടവും ബഹളമൊക്കെ. അതിനപ്പുറത്ത് ഇത് ജീവന്റെ അനുഭവമായിട്ട് കണ്ട് വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന മക്കളുണ്ടോ മക്കളെ? മിണ്ടാതിരുന്നു എല്ലാവരും കൂടെ. ദൈവത്തിൻ്റെ കരുണയാണ് മക്കളെ. അങ്ങനെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന മനുഷ്യർ, ദൈവത്തിലൊക്കെ ഇങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ. കഴിഞ്ഞ ദിവസം നട്ടാഞ്ചേരി കൺവെൻഷൻ സ്പെയിനിൽ നിന്നൊരു അച്ഛൻ അയച്ചു തന്നിരിക്കുക. സായിപ്പന്മാരിരുന്നുകൊണ്ട് കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. മലയാളമൊന്നും അറിയത്തില്ല, സ്പാനിഷ്. അല്ലെങ്കിൽ എന്നിട്ട് ഫോട്ടോ എടുത്ത് തന്നൊക്കെ നോക്കിക്കേ. മട്ടാഞ്ചേരി കൺവെൻഷൻ കൂടുതൽ സ്പെയിൻകാർ. ഹല്ലേലൂയ. 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 അവങ്ങളെ ദൈവത്തിൻ്റെ കരുണയുണ്ടെന്നേ.
ദൈവത്തെ വിളിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ വ്യാപരിക്കാനും ഒക്കെ പറ്റുന്നത് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. നമുക്ക് ഇന്ന് ഈ ചൊവ്വാഴ്ച ദൈവസന്നിധി വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ദൈവമക്കൾ കാണണം. ഈ ആദ്യ ചൊവ്വാഴ്ച ദൈവസന്നിധിയിലായിരിക്കാൻ പറ്റിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിലേക്ക് വരാം. ഇതാ മാലാഖ പരിശുദ്ധമ്മയോട് പറയുന്നതാ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തി. യു ഹാവ് ഫൗണ്ട് ഫേവർ, യു ഹാവ് ഫൗണ്ട് ഗ്രേസ്. ദൈവങ്ങളെ പറഞ്ഞല്ലേ, ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സിൽ തോന്നുന്നൊരു ആനന്ദമില്ലേ? ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സിൽ കിട്ടുന്നൊരു ധൈര്യമില്ലേ? ജയിലിൽ കിടക്കുക, നോവന പുസ്തകം കയ്യിലേക്ക് കിട്ടിയ പെങ്കൊച്ചു പറയാ, എനിക്ക് ധൈര്യമായി. ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടോ നിങ്ങൾ? ജയിലിൽ പോട്ടെ, ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടോ? ലോക്കപ്പ് എന്ന് എഴുതി ഞാൻ മൂത്രം ഒഴുക്കി പ്രാക്ടീസ് കേൾക്കാവോ? കിടക്കുവോ? ഒരു പെങ്കൊച്ച് നിന്നുകൊണ്ട് വന്ന് സാക്ഷ്യം കേട്ടെ. എങ്ങനെ നിങ്ങളിന്ന് കേട്ടി? ഞാൻ പേടിച്ച് നിൽക്കുക. അതിനുള്ള ധൈര്യത്തിന് 100 ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഓരോ മനുഷ്യരെ ദൈവം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന. ഹല്ലേലൂയ. ഇതാ ദൈവസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കൺസീവിങ് എ ചൈൽഡ്. ദൈവമക്കളെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഗർഭം ധരിക്കുന്നെന്ന് ധ്യാനിക്കാൻ പറ്റുമോ? ഒരനുഗ്രഹത്തെ, ഒരു കൃപയെ, ഒരു രക്ഷയുടെ അനുഭവത്തെ, ഒരു അത്ഭുതത്തെ, ഒരു ദൈവാനുഭവത്തെ നീ ഗർഭം ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വയറ്റിൽ കിടക്കുക, നിന്റെ വയറ്റിൽ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് പിടയ്ക്കെന്ന് അറിയാൻ പറ്റും. ഞാൻ ഇമാജിൻ മക്കളെ, ദൈവവചനത്തെ പവർ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ ക്രിസ്തുവൊക്കെ എൻ്റെ ഉദരത്തിൽ, നമുക്ക് ക്രിസ്തുവൊക്കെ ഭിത്തിയിൽ ഒട്ടിച്ചേക്കുന്ന ഫോട്ടോയാ. ഭിത്തിയിൽ ഒട്ടിച്ചേക്കുന്ന ഫോട്ടോ അല്ലെന്ന ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടകുട്ടാ, നിന്റെ ചങ്കിൽ കിടന്ന് പിടയ്ക്കുന്ന ദൈവത്തിന്റെ അനുഭവമാ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഹല്ലേലൂയ, വലതുകര ഉയർത്തി ഹല്ലേലൂയ. തിരുവചനം പറയുക, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവമക്കളെ, ബൈബിളില് ഒരു പുത്രനെ പ്രസവിക്കുക എന്ന് പറഞ്ഞത് ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്ങാണ്. ബൈബിൾ മുഴുവൻ ആദ്യം മുതൽ നിങ്ങൾ വായിച്ചു നോക്കിയോ? അബ്രഹാം മുതൽ അബ്രഹാത്തിലേക്ക് പോയാൽ കാണാൻ പറ്റും. അബ്രഹാത്തിന് ഈ 10-25 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ അനുഗ്രഹം ഇസഹാക്ക്. റബേക്ക വീണ്ടും കാത്തിരുന്നു. റബേക്കയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. വർഷങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴാ യാക്കോബ് വരിക. യാക്കോബ് നോക്കിയ മക്കളെ, ദൈവത്തിൻ്റെ യാക്കോബ് ഇസ്മായിലും ഒരു പുത്രനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഭിഷേകം സ്വീകരിക്കുക, ഒരു അനുഗ്രഹം. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് മക്കളെ. ദൈവവചനം ധ്യാനിക്കുന്നവർ, പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുന്നത് വരെ ഞാൻ ഈ പ്രസവ വേദന അനുഭവിക്കുന്നു. നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുന്നവരെ, ബേബി ജീസസ്, സ്പിരിറ്റ് ജീസസ് അല്ല മക്കളെ, ബേബി ജീസസ് that you can carry in your hands. Hallelujah. നിന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ക്രിസ്തു. ആരോടാണോ ഇതൊക്കെ പറഞ്ഞു സമയങ്ങളെ? ഹല്ലേലൂയ, that you can touch. നിനക്ക് എടുക്കാം, നിനക്ക് ഓമനിക്കാം, നിനക്ക് സ്നേഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ക്രിസ്തുവിനെ പറ്റി ധ്യാനിച്ചിട്ടുണ്ടോ മക്കളെ? അങ്ങനെ ഒരു ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഗർഭം ധരിച്ചൊരു പുത്രന് നീ അവന് യേശു എന്ന് പേരിടണം. യേശു, യേശു. ഹല്ലേലൂയ. യേശു എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാ. ഞെട്ടത്തില്ലേ പറയും? എടാ കുട്ടാ, നിനക്ക് കിട്ടാൻ പോകുന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന അഭിഷേകമാണ്. നിനക്ക് തരുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന അനുഗ്രഹമാണ്. നിനക്ക് കിട്ടുന്ന കാരുണ്യം എന്ന് പറഞ്ഞാൽ ദൈവം കാണിക്കുന്ന കാരുണ്യമാണ്. ദൈവത്തിന് നിന്നെ പറ്റി ഒരു കരുതലുണ്ടെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ മക്കളെ? ദൈവത്തിന് നിന്നെ പറ്റി ഒരു പരിഗണനയുണ്ട്, കരുതലുണ്ടെന്ന് ധ്യാനിക്കാവോ?
ഹല്ലേലൂയ 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 ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ യേശു എന്ന് പേര്. നെയിം ഹിം. നിന്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളുടെ മേല് ദൈവം എന്നുള്ള ഒരു പേര് നെയിം സ്ലിപ്പ് നിങ്ങൾ അടിച്ചു വെക്കാറുണ്ടോ? ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളുടെ മുഴുവൻ ഓതർഷിപ്പ് കർത്താവിന് കൊടുക്കാറുണ്ടോ നിങ്ങൾ? ഈ സമ്പത്ത് ദൈവം തന്നാന്ന് അന്നേലും പറഞ്ഞിട്ടുണ്ടോ? ഈ സമ്പത്ത് ദൈവത്തിൻ്റെതാന്ന്, ഈ ജോലി ദൈവം തന്നതാന്ന്, ഈ ഭാര്യ ദൈവം തന്നതാന്ന്, ഈ കുടുംബം ദൈവം തന്നതാന്ന്, ഈ വീട് ദൈവം തന്നതാണെന്ന് ദൈവത്തിന്റെ പേരൊട്ടിച്ചിട്ടുണ്ടോ മക്കളെ? നിനക്കുള്ളതിന്റെയൊക്കെ മുകളിൽ ദൈവത്തിന്റെ പേരൊട്ടിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവന്റെ സീല് കിടക്കുക. അവന്റെ സീല് ആരും ആയിക്കൊള്ളട്ടെ, ഏതവസ്ഥ ആയിക്കൊള്ളട്ടെ. കുടുംബത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന മക്കളെ കണ്ടിട്ടില്ലേ? കുടുംബത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ചില കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് നിന്ന് നിൽക്കുമ്പോൾ ദൈവം തന്നതാ, ദൈവം തന്നതല്ല ഒന്നും എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടുന്ന കേട്ടിട്ടില്ലേ? ഞങ്ങളെ മൂന്നും ഇമാജിൻ. നിന്റെ ശരീരത്തെ മുകളിൽ എഴുതി ഓട്ടിക്കണം ദൈവം തന്നത്. നിനക്ക് നിന്നോട് ബഹുമാനം ഒപ്പം ഉണ്ടാകും. നിന്റെ ജീവിത പങ്കാളിയുടെ മുകളിൽ എഴുതി ഒട്ടിച്ചു നോക്കാൻ ദൈവം തന്നത്. നിനക്ക് അവളോട് ബഹുമാനം ഉണ്ടാകും, അവനോട് നിനക്ക് ബഹുമാനം ഉണ്ടാകും. നിന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി ഒട്ടിക്കൊള്ളാൻ ദൈവം തന്നത്. ഹല്ലേലൂയ. നിന്റെ വണ്ടിയുടെ മുകളിൽ ഒട്ടിച്ചു വെക്കണം ദൈവം തന്നത്. നിന്റെ വീടിന്റെ മുമ്പിൽ എഴുതി ഒട്ടിക്കണം ദൈവം തന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവെന്ന പേര്, യേശുവെന്ന പേര് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെയൊക്കെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനൊക്കെ അറിയാമോ മക്കളെ? ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ വലിയവനാ. ഗ്രേറ്റ്നസ്. ദൈവം ഒരു ദൈവ പൈതൽ നൽകുന്ന ഒരു മഹത്വം ഉണ്ട് മക്കളെ. നിനക്ക് ദൈവം തരുന്ന മഹത്വത്തിന് ആരും വില വെക്കാത്തൊരു വ്യക്തിയായിരിക്കും നീ. ചിലർ പറയും, ഞാൻ കേട്ടു വെച്ചാൽ ഒരു വിലയും വീട്ടിലില്ല അച്ചോ, എനിക്കൊരു വിലയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്ക് ഒരു വിലയില്ല അച്ചോ. നിനക്ക് ദൈവം തരുന്ന വില മതിയടാ കൊച്ചേ. ദൈവം നിനക്കൊരു വില ഇട്ടിട്ടുണ്ട്. ദൈവം തരുന്ന വലിയവൻ എന്ന വില. അതാ മക്കളെ, ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തു, ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തോ മക്കളെ, നിനക്ക് കർത്താവ് വലിയവനാക്കും. നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചോ, ദൈവം നിന്നെ വലിയവനാക്കും. നീ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ചോ, ദൈവം നിന്നെ വലിയവനാക്കും. ഹല്ലേലൂയ. അവൻ വലിയവനായിരിക്കും. നിനക്ക് കിട്ടുന്ന കൃപ അത് വളരുന്ന കൃപയായി മാറും. നിനക്ക് കിട്ടുന്ന അഭിഷേകം അത് വളരുന്ന അഭിഷേകമായിട്ട് മാറും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ വഴക്കുണ്ടാക്കാനൊന്നും പിന്നെ പോവില്ല, നീ പിടിച്ചു പറിക്കാൻ പോകത്തില്ല. ദൈവം തന്നോളൂ, ദൈവം തന്നതാ. ഹല്ലേലൂയ. നീ വഞ്ചിക്കാൻ പോവില്ല, നീ വെട്ടിക്കാൻ പോവില്ല, നീ കൊള്ളപ്പലിശയ്ക്ക് പോവില്ല, നീ മായം ചേർക്കാൻ പോവില്ല, നീ കള്ള് വിൽക്കാൻ പോവില്ല, നീ കഞ്ചാവ് വിൽക്കാൻ പോകത്തില്ല. ഹല്ലേലൂയ. നിനക്ക് ഉറപ്പുണ്ട് ദൈവങ്ങളെ. അച്ഛൻ വെല്ലുവിളിച്ചാ പറയട്ടെ, നീ കൈ നീട്ടി ഒന്ന് പിടിച്ച് നിന്റെ കയ്യിൽ നിനക്ക് വേണ്ട ദൈവം തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. മോഹഭാവങ്ങളെ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇറങ്ങിക്കോ, നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇറങ്ങിക്കോ. കർത്താവിന്റെ പിന്നാലെ കൈ നീട്ടിക്കോ. നിങ്ങൾ എഴുതി വെച്ചതിന്റെ മുകളിൽ നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവങ്ങളെ ഇതൊരു സൂപ്പർ നാച്ചുറൽ കാര്യം പറയാം, നാച്ചുറൽ കാര്യമൊന്നുമല്ല. സൂപ്പർ അബണ്ടൻസ് തമ്പുരാൻ തരുന്ന അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ, പേര് പറയും, സൺ ഓഫ് ഗാഡ്. അവനൊരു ദൈവപുത്രനാണ്, അവനൊരു ദൈവ പൈതലാണെന്ന് നിന്നെ നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവനൊരു ദൈവകുഞ്ഞ, അവനൊരു ദൈവകുഞ്ഞ, അവനൊരു ദൈവ പൈതല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നാ എനിക്കൊന്ന്, 2 വയസ്സുള്ള കൊച്ച, 2 വയസ്സ് അല്ലെ മാക്സിമം 3 വയസ്സ്. അപ്പനും അമ്മയും മറന്നു പോയാലും
പുണ്യാളന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കുന്ന 2 വയസ്സല്ലേ 3 വയസ്സുള്ള കുഞ്ഞിനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ? അപ്പൻ എന്നോട് പറഞ്ഞു, എൻ്റെ വെച്ചാൽ അവൻ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. ഒരു ദിവസം എവിടെയൊക്കെ പോയിട്ട് തളർന്നു കുത്തി തിരിച്ചു വന്ന് കിടക്കാൻ തുടങ്ങുമ്പോഴത്തേനും വന്ന് കട്ടിലേക്ക് കിടന്നപ്പം ഇവൻ പതുക്കെ വലിഞ്ഞെഴുന്നേറ്റ് ഓടിപ്പോയിട്ട് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥന സ്ഥലത്ത് പോയി മുട്ട കുത്തി നിൽക്കുക. ഇവരെങ്ങോട്ടാ പോയെന്ന് നോക്കി അപ്പനും അമ്മയും ചെന്ന് അവരുടെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആ ദിവസം കിടക്കാൻ പോയത്. നമ്മുടെ മക്കളിലൊക്കെ മാലാഖമാരുണ്ട് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ പുത്രൻ വിശ്വസിക്കണം മക്കൾ. ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ് പറയണ 1000 തവണ. ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ആം ദ സൺ ഓഫ് ഗോഡ്. ഞാൻ ദൈവമകനാ, ഞാൻ ദൈവമകളാ, ഞാൻ അത്യുന്നതന്റെ പുത്രനാ, ഞാൻ അത്യുന്നതന്റെ മകളാ. ഹല്ലേലൂയ. എല്ലാവർക്കും വിശപ്പായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവങ്ങൾ നമുക്ക് ദൈവം തരുന്ന ദൈവസിംഹാസനം ഉണ്ടെന്നേ. നീ ഇരിക്കുന്ന ഇരിപ്പിടം അത് ദൈവം ഇട്ട് തന്ന ഇരിപ്പിടമാണ്. ദൈവം നിന്നെ ഒരിടത്തിരുത്തിയാൽ അവിടുന്ന് ആരും നിന്നെ തെറിപ്പിച്ച് കളയില്ല. നീ ഇരിക്കുന്ന സീറ്റിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെന്ന്, നീ ഇരിക്കുന്ന സീറ്റിന് കർത്താവിന്റെ അധികാരമുണ്ടെന്ന്. ദൈവങ്ങൾ എഴുന്നേറ്റ് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ അധികാരമുള്ള ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു ജീവിതം, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന യഹോവ, യഹോവ രക്ഷിക്കുന്നുവെന്ന് അർത്ഥമുള്ള യേശു എന്ന്, യേശുവ എന്ന് നിന്നെ വിളിക്കപ്പെടും. 2 കരങ്ങളും ഒന്ന് ഉയർത്തിയ മക്കള് ഒരു പുത്രൻ അഭിഷേകം ചോദിച്ച് സ്വർഗ്ഗത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പാവപ്പെട്ട മറിയം ഇതാ കാത്തു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു കൊടുക്കുക, ഇതാ നിന്നിൽ നിന്നും ഒരു വലിയ അഭിഷേകം, നിന്നിൽ നിന്നും ഒരു വലിയ കൃപ. അത്ഭുത രോഗശാന്തികൾ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനേ, സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ.